വാർത്തകൾ വിശദമായി. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിയമസഭ നേരത്തെ പിരിഞ്ഞു. മന്ത്രി VN വാസവന്റെ രാജി ആവശ്യപ്പെട്ടായിരുന്നു പ്രതിപക്ഷ ബഹളം. പ്രതിപക്ഷ പ്രതിഷേധം പ്രതിരോധിക്കാൻ ഭരണപക്ഷം കൂടി രംഗത്തെത്തിയതോടെ സഭ പിരിയുകയായിരുന്നു. 2024-25 കാലത്ത് ഗുരുതരമായ ക്രമക്കേടുകൾ ഹൈക്കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും SITയുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്മേലുള്ള സമ്മർദ്ദം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സമരത്തിലാണ് എന്ന വിവരം ഞങ്ങൾ അങ്ങയെ അറിയിക്കുന്നു. നിയമസഭയിൽ ചോദ്യോത്തരവേള ഒഴിവാക്കി ഉപക്ഷേപത്തിലേക്ക് കടന്നതോടെ പ്രതിപക്ഷ ബഹളം തുടങ്ങി. കടകംപള്ളി സുരേന്ദ്രൻ MLA, മന്ത്രി VN വാസവൻ എന്നിവരുടെ അറസ്റ്റും രാജിയും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങി. ചർച്ചയായ വിവാദ പാരഡി ഗാനത്തിന്റെ വരികൾ എഴുതിയ പ്ലക്കാർഡുകൾ ഉയർത്തിയായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. ബഹളം കൂടാൻ തുടങ്ങിയതോടെ മന്ത്രിമാരായ V ശിവൻകുട്ടി, MB രാജേഷ് എന്നിവർ ഭരണപക്ഷത്തിന് പ്രതിരോധം തീർത്തു. സാർ, ഈ ചോദ്യം UDFന്റെ കൺവീനർ അടൂർ പ്രകാശിനോടാണ് ചോദിക്കേണ്ടത്. എന്ന ചോദ്യം അടൂർ പ്രകാശിനോടാണ് ചോദിക്കേണ്ടത്. അവിടെ നിന്ന് കിട്ടുന്ന ഉത്തരം മതിയാകാതെ വന്നാൽ ഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയിട്ട് ചോദിക്കണം. ഈ ചോദ്യം അതാണ് ചോദിക്കേണ്ടത്. സഭാതലത്തിൽ ഇരുപക്ഷവും മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങിയതോടെ സഭാ നടപടികൾ ഇന്നത്തേക്ക് അവസാനിച്ചു. സഭ ഇപ്പോൾ പിരിയുന്നതും 2026 ജനുവരി 27 വീണ്ടും ചേരുന്നതുമാണ്. ഇനി ചൊവ്വാഴ്ച സഭ ചേരും. ഭരണപ്രതിപക്ഷ അംഗങ്ങൾ മുദ്രാവാക്യം വിളികളുമായി സഭ വിട്ട് പുറത്തിറങ്ങി. ചർച്ച ആവശ്യമില്ല, മന്ത്രിയുടെ രാജിയാണ് ആവശ്യം. 2019 കളവ് നടന്നു എന്നറിഞ്ഞിട്ടും 2024-ലും 2025-ലും ഇത് പുറത്തു കൊണ്ടുപോകാൻ ശ്രമിച്ചു. അതിന് ദേവസ്വം മന്ത്രി വാസവനും ദേവസ്വം പ്രസിഡന്റായിരുന്ന പ്രശാന്തിനും പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട്, ഗൗരവമുള്ള ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ മന്ത്രി വാസവൻ രാജിവെക്കണം എന്ന ഞങ്ങളുടെ ആരോപണത്തിന്റെ ആവശ്യത്തിന്റെ അടിയിലാണ് ഈ കോടതി ഉത്തരവിലൂടെ അടിവരയിട്ടിരിക്കുന്നത്. നിയമസഭയിൽ സ്വർണ്ണപ്പാളി വിവാദം കത്തിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. പ്രതിരോധം തീർക്കാൻ ഭരണപക്ഷവും തയ്യാറെടുക്കും. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.